ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ക്വീൻസ് നോക്ക്. ഇന്നെന്താണെന്നറിയാമോ? ഇന്നെന്താ മുടിയൊക്കെ ഇങ്ങനെ പപ്പറച്ചിട്ടിരിക്കുന്നതെന്നറിയാമോ? ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ഹൗ ടു ഡീറ്റാങ്കിൾ യുവർ ഹെയർ വിത്തൗട്ട് ബ്രേക്കിംഗ്. മുടി അധികം ഒന്നും പൊട്ടിപ്പോവാതെ, എന്ന് വെച്ചാൽ ഒട്ടും പൊട്ടത്തില്ല എന്നല്ല, ബട്ട് എന്നാലും കുറച്ച് ഭയങ്കര കുറവ് മുടി പൊട്ടിപ്പോയിട്ട് എന്തായാലും നമ്മൾ ചെയ്യുമ്പോൾ 1-2 മുടിയൊക്കെ എന്തായാലും പോകും. അറ്റ്ലീസ്റ്റ് ഒരു 10 മുടിയെങ്കിലും പോകും. അതൊന്നും ഒരു വലിയ വിഷയമൊന്നുമല്ല. പക്ഷെ അധികം പൊട്ടിപ്പോവാതെ എങ്ങനെ നമ്മുടെ മുടിയുടെ ഉടക്ക് കളയാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് ഞാൻ മുടിയൊന്നും ചീകാതെ ഒരുമാതിരി ഇങ്ങനെ കോലത്തിലിട്ട് വെച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കേ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, കുറച്ച് സാധനങ്ങൾ മതി ഈ പരിപാടി തുടങ്ങാൻ. എല്ലാവരും വിചാരിക്കും ചീപ്പ്. അതെ, ചീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കേട്ടോ. എല്ലാവരുടെയും പണി എന്താണെന്നറിയാമോ? ഈ ചീപ്പ് എടുത്ത് വെച്ചിട്ട് ചാങ് 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 എന്ന് പറഞ്ഞിങ്ങനെ വലിച്ച് കീറി വെച്ച് ചീവും കേട്ടോ. ഒയ്യോ എൻ്റെ പൊന്നേ, അതുപോലൊരു മണ്ടത്തരമില്ല. ഞാനും പണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുകയേ ചെയ്യരുത്. എല്ലാവർക്കും അറിയാമല്ലോ, കുളിച്ച് കഴിഞ്ഞ് വന്ന ഉടനെ ഇങ്ങനെ നമ്മുടെയൊക്കെ ഒരു സ്വഭാവമാണ്. പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിൽ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ചെയ്ത് കണ്ടുവരുന്നൊരു ശീലം. അതൊരിക്കലും ചെയ്യരുത് കേട്ടോ. കുളിച്ച് കഴിഞ്ഞ് അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞ് തുടങ്ങിയിട്ട് മാത്രമേ പതുക്കെ കൈ കൊണ്ട് ആ ഒരു നമ്മുടെ മുടിയുടെ ഉടക്ക് കളയാൻ പാടുള്ളൂ കേട്ടോ. അതാണ് ഫസ്റ്റ് തിങ്. അല്ലാതെ ആ നനഞ്ഞ മുടിയിൽ തന്നെ ഇട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴാണ് കുറേ മുടി പൊട്ടിപ്പോകുന്നത്. അത് ചെയ്യുകയേ ചെയ്യരുത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ചീപ്പ്, അതിന് പറ്റുമെങ്കിൽ ദേ ഇതാണ് പാഡിൽ ബ്രഷ് കേട്ടോ. ഇതൊരു കിടിലം സാധനമാണ്. ദേ കണ്ട, ഇത് അടിപൊളി സാധനമാണ്. ഇത് മേടിച്ചാൽ പകുതി മുടി പൊട്ടിപ്പോലെ അപ്പം തന്നെ കുറച്ച് കിട്ടും കേട്ടോ. പിന്നെ നമുക്കറിയത്തില്ല, ഇങ്ങനെ വൈറ്റ് ടൂത്ത് കോമ്പ് അത് ചിലർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു കിടില സാധനം ഇറങ്ങിയിട്ടുണ്ട്, ഡീറ്റാംഗ്ലർ. എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അതൊക്കെ ചളി പിടിച്ചിരിക്കുന്ന കാരണം ക്യാമറയ്ക്ക് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതും ഇതുപോലെ തന്നെ, പക്ഷെ കുറച്ചും കൂടെ അടുത്തടുത്തുള്ള ബ്രിസിൽസ് ആണ്. ഈ ഇതിൻ്റെ ഇടയിൽ കുറച്ചും കൂടെ കുഞ്ഞു ബ്രിസിൽസും കൂടെ കാണും. അതും നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. അതും നമുക്ക് ഈ മുടി പൊട്ടിപ്പോവാതെ ചീകിയെടുക്കാൻ ബെസ്റ്റാണ്. അപ്പം ഇത് എനിക്ക് തോന്നിപ്പം ഡീറ്റാംഗ്ലേഴ്സും ഇവിടെ ഈസിലി അവൈലബിൾ ആണ്. ഈ പാഡിൽ ബ്രഷ് പോലെ ഭയങ്കര അടിപൊളി കിടിലം ഹെയർ സേവിങ് കോംബ്. പിന്നെ വേണ്ട ഒരു കിടില സാധനം എന്താണെന്ന് അറിയാമോ? റോസ് വാട്ടർ. അതെ, യെസ്, റോസ് വാട്ടർ. നമ്മളാണെങ്കിൽ ലിവോണും അങ്ങനത്തെ കുറേ ഇങ്ങനെ ഹെയർ സീറംസ് യൂസ് ചെയ്യാറുണ്ട് മിക്കവരും ഡീറ്റാങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുടി. പക്ഷേ ഏറ്റവും അടിപൊളി സാധനം എന്താണെന്നറിയാമോ? ഈ റോസ് വാട്ടറാണ്. ഞാൻ അലോവേര ജെല്ലും യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളും കിടിലാണ് കേട്ടോ റോസ് വാട്ടർ. നമ്മുടെ റോസ് വാട്ടേഴ്സ് ഈസിലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റാണ്. ഡാബറിൻ്റെ റോസ് വാട്ടർ ഉണ്ട്, പിന്നെ അങ്ങനത്തെ കുറേ റോസ് വാട്ടേഴ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടം കാമ ആയുർവേദയുടെ റോസ് വാട്ടറാണ്. പിന്നെ ഞാൻ സ്വന്തം റോസ് വാട്ടർ ഉണ്ടാക്കും കേട്ടോ. എനിക്ക് ഇവിടെ അമ്മ കുറച്ച് റോസൊക്കെ നട്ടുവെച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്നൊക്കെ ഞാൻ പൂ മോഷ്ടിച്ച് റോസ് വാട്ടർ ഉണ്ടാക്കും. ഭയങ്കര സിമ്പിളാണ്. കുറച്ച് റോസ് പെറ്റൽസ് എടുക്കുക, നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ തിളപ്പിക്കുക, അടച്ച് വെച്ചിട്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് അത് ചൂട് പോകുന്നത് വരെ അടച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് സ്ട്രെയിൻ ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കുക. അടിപൊളിയാണ്. പിന്നെ ആ റോസ് വാട്ടറിനകത്തോട്ട് കുറച്ച് റോസ് എസെൻഷ്യൽ ഓയിലും കൂടി ഒഴിക്കുകയാണെങ്കിൽ സൂപ്പർ കിടിലം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. DIY ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ DIY റോസ് വാട്ടർ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ ഫേവറേറ്റ് സാധനം ഈ കാമ ആയുർവേദയുടെ റോസ് വാട്ടറാണ്. ഇതാണ് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന. കിടിലം മണമാണ്, പക്ഷെ ഇത് ശരിക്കും നല്ല പനീർ പൂവിൻ്റെ മണമാണ്. എന്നിട്ട് ഇത് കണ്ടോ, ഇത് ഞാൻ ഉണ്ടാക്കിയ റോസ് വാട്ടർ.
നല്ല റെഡ് കളർ ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് നല്ല കളർ കിട്ടിയത്. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് എസെൻഷ്യൽ ഓയിൽ, റോസ് എസെൻഷ്യൽ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഡ്രോപ്സ് ഓഫ് റോസ് എസെൻഷ്യൽ ഓയിൽ. എന്നിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഹെയർ ഡീറ്റാങ്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു പാഡിൽ ബ്രഷ് ആൻഡ് റോസ് വാട്ടർ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ റോസ് വാട്ടർ എടുക്കുക, നമ്മുടെ ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എൻ്റെ റോസ് വാട്ടർ സ്പ്രേ ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിശ്വാസം വരത്തില്ലല്ലോ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാലില്ലേ, മുടിക്ക് നല്ല സൂപ്പർ മണവും കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ഹെയർ പകുതിയാക്കി എടുത്തിട്ടുണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ബ്രഷ് ഉണ്ടല്ലോ, ബ്രഷ് വെച്ചിട്ട് നമ്മളുണ്ടല്ലോ എൻസിന്ന് തുടങ്ങണം. നമ്മൾ ഇവിടുന്ന് തുടങ്ങരുത് ചീകുന്നത്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. എൻസിന്ന് സ്റ്റാർട്ട് ചെയ്യണം കോംബ് ചെയ്യാനായിട്ട്. ഇവിടുന്ന് പതുക്കെ 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 ബ്രഷ് ചെയ്ത് മുകളിലോട്ട് പോകണം. അപ്പോൾ അധികം ബ്രേക്കേജ് ഒന്നുമില്ലാതെ നമുക്ക് സുഖമായിട്ട്, കണ്ടോ, അടിപൊളിയാണ്, ഒരു പ്രശ്നവും ഇല്ല. നല്ല കൂളായിട്ട് നമുക്ക് നമ്മുടെ മുടി ഡീറ്റാങ്കിൾ ചെയ്തെടുക്കാൻ പറ്റും. ഒരു ടഗും പുള്ളും ഒന്നും വേണ്ട. അതെ, ചെറുതായിട്ട്. പക്ഷെ നമ്മൾ ഇവിടുന്നേ വലിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് ആകെ അലമ്പാവും. ഓ സൂപ്പറാണ് കേട്ടോ. ഓ മണം അടിപൊളി. നമ്മുടെ ഹെയറിന് ഒരു ചീത്ത മണമൊന്നും വരില്ല. ആ സൂപ്പർ കണ്ടോ, പരിപാടി കഴിഞ്ഞത് തീർന്നു. അത്ര സിമ്പിളാണ്. ഈ റോസ് എസെൻഷ്യൽ ഓയിലും കൂടെ ഒഴിക്കുന്നത് നല്ലതാട്ടോ. അതൊക്കെ എല്ലാ കടകളിലും ഇപ്പം മേടിക്കാൻ കിട്ടും. അതെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, അതിന് ആ ഓയിൽ ബേസ്ഡ് അല്ലേ, അപ്പം അതിനാണെങ്കിലുണ്ടല്ലോ കുറച്ച് ലൂബ്രിക്കേഷനും കൂടെ കിട്ടും. വേണ്ട, അറ്റത്തുനിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് കണ്ടോ, സെറ്റ്. മുടിക്ക് അടിപൊളി സ്മെല്ലും. ഇതാണ് എൻ്റെ ബ്രഷ്. ഇത് ചീകി കഴിഞ്ഞതിന് ശേഷം കണ്ടോ, മുടിയൊന്നുമില്ല ശരിക്കും. ഭയങ്കര കുഞ്ഞു പേരിന് ഒട്ടുമില്ല ശരിക്കും പറഞ്ഞാൽ. ഒരു 2-3 മുടിയൊക്കെ ഉള്ളൂ ശരിക്കും. കണ്ട, അധികം ഒന്നുമില്ല, ഉണ്ടാവില്ല നമുക്ക് ശരിക്കും. ഇങ്ങനെ ഈ പാഡൽ ബ്രഷും റോസ് വാട്ടർ യൂസ് ചെയ്ത് ഡീറ്റാങ്കിൾ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ആരും ഇനി മുടി വലിച്ചു പറിക്കാതെ വേഗം ഒരു പാഡൽ ബ്രഷും കുറച്ച് റോസ് വാട്ടർ മേടിക്കുക കേട്ടോ. വീട്ടിൽ പന്നീർപ്പൂ ഉണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കിക്കോ വേഗം, നമ്മുടെ സ്വന്തം DIY റോസ് വാട്ടർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നത് വരെ be happy, keep smiling. It's bye bye from Queen's Nook. വീണ്ടും കാണാം. Rose water.